ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ സർ? അച്ഛൻ നമ്മുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു. അത് തന്നോട് പറയാതെ തന്നെ രജിസ്റ്റർ ഓഫീസിൽ എത്തിച്ചു. പക്ഷേ ഒപ്പിടാനുള്ള ഫോം കണ്ടപ്പോൾ തന്നെ വീണ്ടും ചതിക്കുകയാണെന്ന് പറഞ്ഞു. അന്നത്തെ തൻ്റെ ഓരോ വാക്കുകളും ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ദെൻ വീണ്ടും ഒരു താലികെട്ടിന് താൻ എന്തിനാ സമ്മതിച്ചത്? അച്ഛൻ തന്നെ ഫോഴ്സ് ചെയ്തോ? അച്ഛൻ തന്നെ നിർബന്ധിച്ചാണെങ്കിൽ ഈ ചടങ്ങ് വേണ്ടെന്ന് വെക്കാൻ ഇപ്പോഴും സമയമുണ്ട്. എന്നെ ആരും നിർബന്ധിച്ചൊന്നുമില്ല സർ. ഇത് ഞാൻ തനിയെടുത്ത തീരുമാന. വൈ? ആദിശേഷൻ തിരുമേനി പറഞ്ഞത് ഇങ്ങനൊരു ചടങ്ങ് നടത്തിയില്ലെങ്കിൽ അത് പിന്നീട് സാറിന് ദോഷം ഉണ്ടാക്കുന്ന. സാറിന്റെ അച്ഛൻ സാറിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സാറിനൊരു ചെറിയ മുറിവ് പറ്റിയാൽ പോലും അദ്ദേഹം അത് സഹിക്കില്ല. അങ്ങനെയുള്ള ഒരാളെ ഞാൻ വിഷമിപ്പിക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് ഞാൻ സമ്മതിച്ചു. എനിക്കൊന്നും പറ്റരുതെന്ന് താൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട് സർ. അതിനെന്താ കാരണം? അതിനിങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല സർ. ഒന്നാമത് ഒരാളും വേദനിക്കുന്ന കാണുന്നത് എനിക്കിഷ്ടല്ല. പിന്നെ എനിക്ക് ആരോടും വൈരാഗ്യം തോന്നാറില്ല. ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ദൈവങ്ങളുടെ മുന്നിൽ ചെന്നെന്ന് പ്രാർത്ഥിക്കും. പക്ഷെ ഇന്ന് വരെയും ആർക്കും എതിരെ പ്രാർത്ഥിച്ചിട്ടില്ല. ഇതൊക്കെ വലിയ കാര്യങ്ങളാണോന്ന് സാറിന് തോന്നും. പക്ഷെ ഞങ്ങളെപ്പോലുള്ള കുഞ്ഞു മനുഷ്യർക്ക് ഇതൊക്കെ വലിയ കാര്യങ്ങളാ സർ. ഓക്കെ, എനിക്ക് ആക്സിഡന്റ് പറ്റിയപ്പോൾ തനിക്ക് എന്തെങ്കിലും ഫീൽ ചെയ്തോ? ഐ മീൻ, എന്തെങ്കിലും ഒരു വിഷമോ ടെൻഷനോ അല്ലോ? നമ്മൾ ഒരു മുറിയിലല്ലേ സർ കിടന്നുറങ്ങുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു അപകടം വരുമ്പോ വിഷമം തോന്നില്ലേ? അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ തമ്മില്? സർ, സംസാരിക്കാൻ എളുപ്പാ. കുറച്ചു നേരം കാണാതായപ്പോ എനിക്ക് അങ്ങനെ തോന്നി, ഇങ്ങനെ തോന്നി, ഞാനങ്ങ് വല്ലാണ്ടായി പോയിന്നൊക്കെ വെറും വാചകങ്ങളാ സർ. ഉള്ളിന്റെ ഉള്ളിൽ തട്ടി എന്തെങ്കിലും തോന്നണമെങ്കിൽ ബന്ധങ്ങൾ അങ്ങനെ ആവണം. എന്റെ കരിക്ക് തീർന്നു, നമുക്ക് പോയാലോ? നന്ദിനി, ഇനി ഇക്കാര്യത്തിൽ ഒരു സംസാരം വേണ്ട സർ. നാളത്തെ ഈ 2ാം ഘട്ടം ഉണ്ടല്ലോ, അതിന് ഞാൻ സാറിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് സന്തോഷത്തോടെ ആയിരിക്കും. അതിന്റെ പേരിൽ ഒരിക്കലും ഞാൻ ഒരു പരാതിയും പറയില്ല. പോരെ? സാറിനൊന്നും പറ്റാൻ പാടില്ല. അങ്ങനെ ഒരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ട്. ആന്റി നമ്മളെ നല്ല കുടുക്കിലാണല്ലോ കൊണ്ടുപോയി ചാടിച്ചത്. ചേച്ചി, ഞാനൊരു കാര്യം പറയാം. നാളത്തെ ചടങ്ങ് എന്തെങ്കിലും കാരണവശാൽ മുടങ്ങിയാ നമ്മളാണ് അതിന് പിന്നിലെന്ന് ഏട്ടൻ അറിഞ്ഞ പിന്നെ നമ്മൾ ജീവിച്ചിരിക്കുമെന്ന കാര്യത്തില് സംശയം. അക്കാര്യത്തിൽ എനിക്കും മറിച്ചൊരു അഭിപ്രായമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു കാര്യത്തിനെങ്കിലും മമ്മിയുടെ കൂടെ നിൽക്കുന്നില്ല എന്ന് മമ്മിക്ക് തോന്നിയ സൂര്യ പോലെ മമ്മി നമ്മളെ വെറുക്കാൻ തുടങ്ങും. മാല എടുത്തോടാ. എടുത്തു. നന്ദിനി, മാല കാണിച്ചു കൊടുക്ക. കാണിച്ചു കൊടുക്ക. ഇപ്പൊ കാണിച്ചു തരും. എങ്ങനെയുണ്ട്? അയ്യേ, ഇതാണോ വാങ്ങിച്ചത്? ഇതെന്താ ഏട്ടാ? ഇത് നൂല് പോലെ കിടക്കില്ലേ കഴുത്തില്? ടു ബാഡ് അളിയ. അളിയന്റെ ഭാര്യ നന്ദിനി. പെണ്ണുങ്ങളുടെ കഴുത്തിൽ കിടക്കുന്ന താലിമാല നോക്കിയ പല സ്ത്രീകളും അവരുടെ പുരുഷന്മാരുടെ ഗൗരവം തീരുമാനിക്കുന്നത്. വലുതുറന്നെടുക്കാൻ ഞാൻ പറഞ്ഞതാ, നന്ദിനി കേട്ടില്ല. എന്താ നന്ദിനി ഇത്? കൂടെയുള്ളവരെ കൊള്ളാവുന്നവരെന്നെ എടുക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും കനം കൂടിയത് തന്നെ എടുക്കണ്ടേ? അതിനൊക്കെ ഇന്ദ്രജയെ തന്നെ കണ്ടു പഠിക്കണം. അയൽവാസിക്ക് സ്വർണം എടുക്കാൻ കൂട്ടുപോയാലും അവരെടുക്കുന്നതിനേക്കാൾ
കൂടുതൽ എടുത്തിട്ടേ എന്റെ ഇന്ദ്രജ തിരിച്ചു വരൂ അല്ലേ? അല്ല, നിങ്ങൾ വന്നോ? ഡാഡി, ഒരു താലിമാല എടുത്തിരിക്കുന്നത് കണ്ടോ? നന്ദിനി സെലക്ട് ചെയ്തെന്നാ പറഞ്ഞേ. വലിയ ആഭരണങ്ങളൊന്നും എനിക്ക് ചേരില്ല സർ. എനിക്ക് ഭാരം തോന്നുന്നൊന്നും എനിക്ക് ഇട്ടോണ്ട് നടക്കാനും പറ്റില്ലല്ലോ. എനിക്കിത് ഒരുപാട് വില പിടിച്ചതാ. ഈ പറഞ്ഞതാ സത്യം. കനം എത്ര ഉണ്ടെന്നുള്ളതിലല്ല താലിയുടെ മഹത്വം. അതൊരു വികാരമാണ്. ഒരു ചരടിൽ കോർത്തത് കഴുത്തിലിട്ടാൽ അതിന്റെ പവിത്രത സൂക്ഷിക്കാൻ ഒരു പെണ്ണിനാവുന്നുണ്ടെങ്കിൽ അതിനേക്കാളും മേലെ വേറൊന്നുമില്ല. കറക്റ്റ് അങ്കിൾ. കേട്ടു പഠിക്കങ്ങോട്ട്. അതെ, ഇനി മാലയെ ചൊല്ലിയൊരു തർക്കം വേണ്ട. നാളെ രാവിലെ എല്ലാവരും നേരത്തെ തന്നെ എഴുന്നേക്കണം. തിരുമേനി വരുന്ന സമയത്ത് എല്ലാവരും പൂജാമുറിയുടെ മുന്നിൽ തന്നെ ഉണ്ടാവണം. സൂര്യ, നിന്നോടുകൂടിയാ പ്രത്യേകിച്ച് പറയുന്നത്. പൂജാമുറിക്ക് മുമ്പിലാണ് ചടങ്ങ്. എന്ന് പറഞ്ഞാ അളിയൻ കള്ളിൽ മുങ്ങി വന്ന് നിൽക്കാൻ പാടില്ല, അതല്ലേ അങ്കിൾ?